വീണ്ടും മൂന്നാറിലെ ജനവാസ മേഖലയിൽ പടയപ്പ ഇറങ്ങി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ചിറ്റുവാരി സൗത്ത് ഡിവിഷനിലാണ് കാട്ടാന ഇറങ്ങിയത്. ജനവാസ മേഖലയിൽ തമ്പടിച്ച കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ആനയെ തുരത്താത്തതിൽ വനം വകുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധവുമുണ്ടായി. സിജോ വർഗീസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, പടയപ്പ ഇടയ്ക്കിടെ നാട്ടിലിറങ്ങുന്നതൊക്കെ ആയിരുന്നു, പക്ഷെ പടയപ്പ ആരെയും ഉപദ്രവിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും വ്യാപകമായ കൃഷിനാശം ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല കാട്ടാനയാണ്. എന്താണ് ഇനി ചെയ്യുക എന്നുള്ള കാര്യമൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ വളരെ കാലമായി നാട്ടുകാർ ഈ പടയപ്പയെക്കുറിച്ചുള്ള പരാതികൾ പറയാൻ തുടങ്ങിയിട്ട്, നമ്മൾ വളരെ കാലമായി വാർത്തകൾ നൽകാൻ തുടങ്ങിയിട്ട് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല അല്ലേ? ജിൽസി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പടയപ്പ ആരെയും ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല. പക്ഷേ ജനവാസ മേഖലയിൽ എത്തുന്ന പടയപ്പ വ്യാപകമായിട്ടുള്ള കൃഷിനാശങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഒപ്പം തന്നെ ഈ ലയങ്ങൾക്ക് സമീപത്തും ഇട റോഡുകളിലും പ്രധാന റോഡുകളിലും അപ്രതീക്ഷിതമായി പടയപ്പയുടെ മുമ്പിൽ ആളുകൾ അകപ്പെട്ടു പോകാറുണ്ട്. അങ്ങനെ അപകടത്തിൽപ്പെടുന്നവരും ഉണ്ട്. വഴിയോര കടകൾ തകർക്കാറുണ്ട്. ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങളെല്ലാം തന്നെ പടയപ്പയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ കാടിറങ്ങുന്ന പടയപ്പ ഈ ജനവാസ മേഖലയിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ചിറ്റുവാരി സൗത്ത് ഡിവിഷനിലാണ് ഈ കാട്ടാന ഉള്ളത്. ജനവാസ മേഖലയിലേക്ക് എത്തിയ പടയപ്പ വ്യാപകമായ രീതിയിൽ കൃഷി നശിപ്പിക്കുകയും ചെയ്തു. ഈ പടയപ്പയെ തുരത്താത്തതിന്, ഈ ആനയെ ജനവാസ മേഖലയിൽ നിന്ന് അകറ്റാത്തതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട്. ഇതിന് കുറച്ചു നാളുകൾക്ക് മുമ്പ് പടയപ്പയെ നിരീക്ഷിക്കാനായി പ്രത്യേക RRT സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. ആനയെ കാട്ടിൽ നിന്ന് തുരത്താനുള്ള നടപടികൾ, കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇതിലൊന്നും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. വനംവകുപ്പ് നൽകുന്ന വിശദീകരണം ഈ ജനവാസ മേഖലയോട് ഇടപഴകി കാലങ്ങളായി ജീവിച്ചു വരുന്ന ആനയാണ്, ആനയുടെ സഞ്ചാരപഥം ആണ്. അതുകൊണ്ട് തന്നെ ആനയെ മറ്റൊരു ഉൾക്കാട്ടിലേക്ക് തുരത്തുക എന്നുള്ളത് പ്രയാസകരമായ ഒരു കാര്യമാണ് എന്നുള്ളൊരു വിശദീകരണമാണ് വനംവകുപ്പ് നൽകുന്നത്. മൂന്നാർ, മറയൂർ തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ ചുറ്റിത്തിരിയുന്ന ഒരു ആനയാണ് പടയപ്പ. ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ കാട്ടാനയാണ്. ഏത് നിമിഷമായിരിക്കും ഇതിന്റെ സ്വഭാവം മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള ഒരു ആശങ്കയും നിലവിലുള്ളത്. ജിൽസി.